ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ആദ്യ രാത്രി ചിപ്പിനെ വിളിച്ച് തന്റെ വിഷമങ്ങളൊക്കെ പറയാണ്. ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, നീ നാളെ രാവിലെ ഇതൊന്നും ഇഷിതാമ്മ എടുത്ത് പറയരുത്, ഡാഡി അടുത്തും പറയരുത്, അവർക്ക് വിഷമാകും. ഇല്ല ആദ്യേട്ടാ, ഞാൻ ആർത്തൊന്നും പറയില്ല, ആദ്യേട്ടൻ വിഷമിക്കാണ്ട് കിടക്ക്. ശരി ചിപ്പി, ഗുഡ് നൈറ്റ്, നാളെ സ്കൂളിൽ വെച്ചിട്ട് കാണാം. ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ശേഷം ചിപ്പി മനസ്സിൽ വിചാരിക്കേണ്ട, പാവം ആദ്യേട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, മമ്മിക്ക് വേണ്ടിയാ എല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത് എന്ന് ചിപ്പി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കണത് രചനേനെ ആട്ടോ. രചന ഉറങ്ങുന്ന സമയത്തെല്ലാം തന്നെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം ഉറങ്ങാൻ പറ്റാതെ രചന അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. ആകാശ് കൂടെ കിടന്ന് നല്ല ഉറക്കമാട്ടോ. പക്ഷെ രചന അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈശ്വര പഴയത് ഞാൻ ഉപേക്ഷിച്ചതാണ് മഹേഷിന്. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു തിരിച്ചുപോക്ക് മഹേഷിലേക്ക് ഉണ്ടാകുമെന്ന്. മഹേഷിലേക്ക് കൂടുതൽ അടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ആകാശ് പൊട്ടരൊന്നല്ല, നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്റെ ഈ മാറ്റം ആകാശിന് നന്നായിട്ട് മനസ്സിലാകും. ആകാശിന് മനസ്സിലായി കഴിഞ്ഞു ഞാൻ മക്കളെ വെച്ച് മഹേഷിലേക്ക് അടുക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ആകാശ് എപ്പോ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാം. ആകാശിന്റെ വിശ്വാസമാണ് നേടിപ്പറ്റേണ്ടത്. എനിക്ക് എന്റെ മഹേഷിലേക്ക് എത്തിയേ പറ്റൂ. എന്റെ മക്കളും മഹേഷും തമ്മിലുള്ള കുടുംബജീവിതം എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സ്വപ്നം പോലെ നടത്തിയേ പറ്റൂ. പക്ഷേ ആകാശിനെ ഇടഞ്ഞുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ രചന ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ നിക്കാട്ടോ. ആ സമയത്ത് ആകാശ് പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട്. രചന എന്ന് പറഞ്ഞിട്ട് രചനയുടെ അടുത്തേക്ക് പോവാണ്. ആകാശ്, നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് ആകാശ് ചോദിക്കുമ്പോ, ഇല്ല ആകാശ്, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ആകാശ് തന്നെ പറ. ആകാശ് എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? രചന, അത് വേറൊന്നുമല്ല, പിന്നെ നീ എന്തിനാ മഹേഷിന്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത്? മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നീ അവനെ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആകാശിന് തോന്നുന്നുണ്ടോ എനിക്ക് മഹേഷിനുള്ള പ്രണയം കൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന്? ഒരിക്കലും ഇല്ല ആകാശ്. ആകാശ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷിത അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യം വന്നപ്പോ ഞാനല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനത്തെ ഒരു ചിന്ത എന്നെ ആദിയിൽ വളർത്തുകയാണ് ചെയ്തത്. ആകാശ് മഹേഷും ഇഷിതയും തമ്മിൽ അകന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ കുട്ടികളെ തിരിച്ചു കിട്ടും. കോടതി എനിക്ക് എന്തായാലും അവളെ തിരിച്ചു തരും. ഇഷിത മഹേഷിന്റെ കൂടെ ജീവിക്കുന്നോണ്ടല്ലേ ചിപ്പി അവിടെ നിൽക്കുന്നത്. ഇഷിത ഇല്ലാതായി കഴിഞ്ഞാൽ മഹേഷിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എനിക്ക് തന്നെ കിട്ടും. ആകാശിനറിയാവോ, ഞാൻ ഇന്നലെ മഹേഷിന്റെ വീട്ടിൽ പോയത് എന്റെ മോള് ക്ലാസ്സിൽ ഫസ്റ്റായി അവൾക്ക് സമ്മാനം കൊടുക്കാനും അതുപോലെ തന്നെ അവിടെ എല്ലാവർക്കും എനിക്ക് എന്റെ മോളോടുള്ള സ്നേഹം കാണിക്കാനും വേണ്ടി തന്നെയാണ്. അല്ല, താൻ എങ്ങനെ ഇഷിതനെ ഒഴിവാക്കുമെന്നാ പറഞ്ഞു വരുന്നത്? അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ആകാശ് പറയുമ്പോ, എനിക്കറിയാം, പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നീക്കി തുടങ്ങി. ഇപ്പൊ മഹേഷിനുള്ളിൽ തന്നെ തോന്നി തുടങ്ങി, ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് ഇഷിതയല്ല രചനയാണ് അവിടെ ആദ്യം എത്തിയെന്ന്. അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിട്ടാ ഞാൻ പലതും ചെയ്തത്, അല്ലാതെ ആകാശിന് മറന്നു ഒന്നും ചെയ്തതല്ല. ആകാശ്, രചന ഒരിക്കലും മാറിയിട്ടില്ല. ആകാശ് അത് വിശ്വസിച്ചാൽ മാത്രം മതി. ശരി, താൻ അത് വിട്ടുകളയടോ എന്ന് ആകാശ് പറയാണ്. മതി, എനിക്കിത് കേട്ടാ മതി. ആകാശിന് എന്നോടുള്ള വിശ്വാസം അത് മാത്രം മതി ആകാശ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ മുഖത്തേക്ക് കൈവെക്കാണ് രചന. ശേഷം ആകാശ് രചനനെ ഒന്ന് നോക്കുന്നുണ്ട്. വാ കിടക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആകാശം സംശയത്തോടെ രചനനെ വീണ്ടും നോക്കുന്നുണ്ട്. എന്താ ആകാശം ആലോചിക്കുന്നത്? വാ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ച് ബെഡിലേക്ക് ഇടുകയാണ് രചന. പിന്നെ അവിടെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നീട് കാണിക്കാൻ മഹേഷിനെയാണ്. മഹേഷിന് ഉറക്കം വരാതെ പെട്ടെന്ന് കണ്ണു തുറക്കാട്ടോ. അപ്പൊ ഇഷിത നിലത്ത് ബെഡ് വെച്ചിട്ടാണ് കിടക്കണത്. ഇഷിത ഇഷിത എന്ന് മഹേഷ് വിളിക്കുമ്പോ ഇഷിത പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. എന്താ മഹേഷ്, എന്റെ തൊണ്ട വല്ലാതെ വരള പോലെ, താൻ എനിക്ക് കുറച്ച് വെള്ളം എന്താ? ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാണ്. എന്ത് പറ്റി മഹേഷ്? ഒന്നുമില്ല, എന്തോ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റിയില്ല, അതാ. എടോ, താൻ എന്തിനോട് നിലത്ത് കിടക്കണത്? താൻ വാ ഇവിടെ വന്ന് കിടക്ക്. അത് ശരിയാവില്ല മഹേഷ്, ഇത്രയും നാള് ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തെ ഒരുമിച്ച് കിടന്നിട്ട് പോലും നടുക്കൊരു മതിലുണ്ടായിരുന്നു. ഇപ്പൊ മഹേഷ് ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അത് സാരില്ല, ഞാൻ നിലത്ത് കിടന്നോളാം. മഹേഷ് വിളിച്ച ഞാൻ എഴുന്നേക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി മഹേഷ്? എടോ, തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ രചനയായിട്ട് അടുക്കുന്നത് തന്നെ ഇവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണെന്ന്? അത് മഹേഷ് പറയുകയും ചെയ്തല്ലോ, മനഃപൂർവ്വമാണ് രചനയായിട്ട് അടുത്തേന്ന്. എടോ, അതിന് കാരണം തന്നെ ഇവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി മാത്രമല്ല. പിന്നെ എന്താ അതിനെ കാരണം? എടോ, രചനയിൽ നിന്ന് എനിക്കൊരു സത്യം അറിയണം. സത്യോ? എന്ത് സത്യം? തന്റെ കാർ ആക്സിഡന്റ്, തന്റെ കാറ് തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആകാശ് അത് ചെയ്തത്. അത് ആകാശ് തന്നെയാ ചെയ്തത്, എനിക്ക് ഉറപ്പുണ്ട്. ആകാശ് അത് ചെയ്തെങ്കിൽ അത് രചനക്ക് അറിയാൻ സാധിക്കും. അത് അവളുടെ വായി തന്നെ എനിക്കറിയണം. ശേഷം പോലീസിൽ ഏൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണോ ഞാൻ അവളെ കൂടെ നിർത്തിയത്? അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ അത് മാത്രല്ല. അതാണ് കാര്യമല്ലേ? അതെ, അതെന്തെങ്കിലും ആവട്ടെ, താനത് വിട്ടുകളാ. താനത് മനസ്സിലൊന്നും വെക്കേണ്ട. താനിപ്പോ ഇവിടെ വന്ന് കിടക്ക്. എനിക്ക് തന്റെ ഗന്ധം പറ്റി പിടിച്ച് കിടന്നുറങ്ങണം. മഹേഷ്, അത് വേണ്ട, പിന്നീട് എന്ന് ഇഷിത പറയാണ്.
മഹേഷ് പറയണ്ട്, എടോ പ്ലീസ് ടോ താൻ ഇവിടെ വന്ന് കിടക്ക്, എനിക്ക് തന്റെ അടുത്ത് കിടന്നാലേ ഇനി ഉറക്കം വരുള്ളൂ. മഹേഷ്, ഇത് വേണ്ടാത്ത വാശിയാണ് കേട്ടോ, ഇത് വാശിയാണെന്ന് കൂട്ടിക്കോ, താൻ വന്ന് കിടക്ക്. ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വന്ന് കിടക്കാട്ടോ. ആ സമയത്ത് മഹേഷിന് ഒരു സമാധാനം തോന്നാണ്. മഹേഷിന്റെ കയ്യിലേക്ക് ഇഷിത പിടിക്കുമ്പോ മറ്റേ കൈ വെച്ച് മഹേഷ് ഇഷിതയുടെ കയ്യിലും പിടിക്കുന്നുണ്ട്. ശേഷം ഇഷിത മഹേഷിനോട് പറയണ്ട്, സത്യം പറയട്ടെ മഹേഷ്, എനിക്കിപ്പോ മഹേഷിന്റെ കുഞ്ഞിന്റെ അമ്മയാവാനൊക്കെ വല്ലാത്ത ആഗ്രഹമുണ്ട്. മഹേഷ്, എനിക്കൊരു അമ്മയാവാൻ സാധിക്കില്ല സർ, സാധിക്കില്ല മഹേഷ്, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല മഹേഷ്. എടോ താൻ എന്തൊക്കെയാണോ പറഞ്ഞത്, താനല്ലാതെ വേറെ ആർക്കാടോ അമ്മയാവാൻ യോഗ്യത? താൻ ജനിച്ചത് വരെ അമ്മ മനസ്സായിട്ടാണ്, അതല്ലേ എനിക്ക് തന്നെ പെട്ടെന്ന് ഇഷ്ടമായത്. തനിക്ക് തീർച്ചയായിട്ടും ഒരു അമ്മയാവാൻ സാധിക്കോടോ എന്ന് പറയണം. ശേഷം ഇഷിതയെ മഹേഷും ചേർന്ന് ഇങ്ങനെ കിടക്കാട്ടോ. ഇഷിത മഹേഷിന്റെ കയ്യിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ തലോടണ പോലെ, താരാട്ട് പാടുമ്പോ ഇങ്ങനെ കൈ തലോടണ പോലെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഹേഷ് പണ്ടോട്ടോ തന്റെ മനസ്സിലെ ഒരു താരാട്ട് പാട്ട് എപ്പോഴും ഉണ്ട്. ആ ഗാനം പാട്ടിപ്പോ എനിക്ക് എന്റെ ഹൃദയം കൊണ്ട് കേൾക്കാം എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോ ഇഷിതക്ക് സന്തോഷമാണ്. ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ആഷിതയാണ് ട്ടോ. മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആഷിത മഹേഷിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ഇതാര്? ആഷിതയോ? ഞാൻ ആഷിതനെ കാത്തു നിൽക്കായിരുന്നു, എന്താ വൈകിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ്, ഇഷിത എവിടെ എന്ന് ചോദിക്കാണ്. അവള് ഹോസ്പിറ്റലിൽ പോയി. ഇഷിത ഇല്ലാത്ത സമയത്ത് ഞാൻ നോക്കി വന്നതാണ്. ആഷിതേച്ചി രാവിലെ വരാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ ആഷിതേച്ചിക്ക് പറയാനുള്ളത്? ഒരു ചേച്ചിയുടെ എല്ലാ സ്ഥാനവും തന്നിട്ട് ഞാൻ ചോദിക്കണത്, ആഷിതക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ എന്ന് പറയാണ്. മഹേഷ് ചെയ്യുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതിന് ഞാനിപ്പോ എന്താ ചെയ്തത്? അല്ല, രചനയായിട്ട് കൂടുതൽ അടുക്കുന്നതോ? ഈ കാര്യം ആഷിതടുത്ത് ആരാണോ പറഞ്ഞത്? അനിയത്തി ആയിരിക്കും അല്ലെ? അനിയത്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവോ അല്ലെ? അവൾ പറഞ്ഞോ ഇല്ലയോ എന്ന് കേൾക്കണ്ട. രചന ഇവിടെ മഹേഷിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ? വരുന്നുണ്ട്, അതിനിപ്പോ എന്താ? അല്ല, അപ്പൊ മഹേഷിന് രചന അടുത്ത് ഒരു വൈരാഗ്യമില്ലേ? ഞാനിതിന് രചന അടുത്ത് വൈരാഗ്യം കാണിക്കണം? അല്ല, മനുഷ്യന്റെ ജീവിതമൊക്കെ പറയണത് ഈ വൈരാഗ്യമൊക്കെ കാണിക്കാനുള്ളതാണ് അഷിത. നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടതല്ലേ, അല്ലാതെ വൈരാഗ്യമൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താ? പിന്നെ രചന എന്റെ 2 കുട്ടികളുടെ അമ്മയാണല്ലോ, ആ ഒരു പരിഗണന അവൾക്ക് ഞാൻ കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് അഷിത ചോദിക്കുമ്പോ, അതെ അങ്ങനെ തന്നെയാ. അല്ല, ഇഷിതയും മാധവും തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതിന് ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? അതുപോലെ എന്തുകൊണ്ട് എനിക്ക് രചനക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടാ എന്ന് ചോദിക്കുമ്പോ അഷിത പറയണ്ട്, എന്നാലും ഇത് എത്രമാത്രം ഇഷിതനെ വേദനിപ്പിക്കുന്നു മഹേഷിന് മനസ്സിൽ തോന്നുന്നില്ലേ? മഹേഷിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ അഷിത ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഞാനും രചന തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല. പക്ഷെ അവളെ ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ആയിട്ടാ കാണണം. മുമ്പത്തെ വൈരാഗ്യം കാര്യങ്ങളൊന്നും ഇല്ല. അവൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം, എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലേ എന്റെ അനിയത്തിയെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ, അതെ, അവൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഇഷു, നീയോ? അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, അശിതേച്ചി ഇങ്ങോട്ട് വാ. അല്ല, നീ ഇവിടെ ഇല്ലെന്നാണല്ലോ മഹേഷ് പറഞ്ഞത്. അശിതേച്ചി ഇങ്ങോട്ട് വാ, പറയട്ടെ. അഷിത പോ, ദേ ഇഷിത വിളിക്കണ കേട്ടില്ല, അനിയത്തി വിളിക്കുന്നു, എന്തിനും പറയാനായിരിക്കും, പോയിട്ട് വാ. അതെ, ചേച്ചിക്ക് നല്ലൊരു കടുപ്പത്തെ ചായ കൊടുക്കണോ താൻ എന്ന് മഹേഷ് ചിരിച്ചോണ്ട് ഇഷിത എടുത്ത് വിളിച്ചു പറയണം. എന്നിട്ട് മഹേഷ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഷിതനെ വിളിച്ച് ഇഷിത അപ്പൊ ബാൽക്കണിയിലേക്ക് പോകണ്ട്. ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അത് മഹേഷിനോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാ എന്റെ ചേച്ചി. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചേച്ചി രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ വരണ്ടേടി, മഹേഷ് എന്തൊക്കെയാ നിന്നെ ചെയ്തത്? നീ എത്ര വിഷമമായിട്ട് എന്നോട് പറഞ്ഞെന്ന് എനിക്കറിയാം ചേച്ചി. എനിക്കൊരു വിഷമം വന്ന എനിക്ക് ചേച്ചിയല്ലേ പറയാനുള്ളൂ, അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പൊ തന്നെ ചേച്ചി ഇവിടെ ഇടിച്ചു ചള്ളി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എടി, നീ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മഹേഷ് പറഞ്ഞു നീ എന്താണ് ഇവിടെ ഹോസ്പിറ്റലിൽ പോയെന്ന മഹേഷിനോട് പറഞ്ഞത്. എന്റെ ചേച്ചി, അത് മഹേഷ് മനഃപൂർവ്വം പറഞ്ഞതാ. ഞാൻ വാഷ്റൂമിൽ പോയതൊക്കെ മഹേഷിന് അറിയാം. മഹേഷ് ചേച്ചിയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ചേച്ചി സംസാരിക്കണത് കേൾക്കാം ഒരു രസം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. അതെന്തിനാ ചേച്ചി? എനിക്ക് എല്ലാം തെറ്റിദ്ധാരണയായിരുന്നു ചേച്ചി. തെറ്റിദ്ധാരണയെന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ആകെ റിലേ തെറ്റി നിൽക്കുക, സത്യം പറ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി, അതിനെ സംശയിച്ചതാ മഹേഷിന്റെ രചന തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവുമില്ല. അപ്പൊ നീ പറഞ്ഞതോ രചന ഇവിടെ കയറി വരാറുണ്ടെന്നും നിനക്ക് വിഷമമാണെന്നൊക്കെ? അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും ശരിയാ, പക്ഷെ അതിന് പിന്നിൽ മഹേഷിന് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. എന്ത് കാരണം? അത് കാർ ആക്സിഡന്റ് ആയാലോ ചേച്ചി. അത് എന്നെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും കെണി ഒരുക്കിയതെന്നും മഹേഷിന് സംശയമുണ്ട്. ആകാശ് മേനോനാണെന്ന സംശയം. എന്റെ ദൈവമേ! എന്നിട്ട് അല്ല, അങ്ങനെ ആകാശ് മേനോനാണെങ്കിൽ രചനക്ക് അറിയായിരിക്കുമല്ലോ. രചനനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ മഹേഷിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാ രചനയായിട്ട് അടുക്കണ പോലെ കാണിച്ചത്. മഹേഷ് ഇന്നലെ രാത്രിയായി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. എടി, ഞാനിതൊന്നും അറിയാതെ മഹേഷിനോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാവോ? നിനക്കെങ്കിലും നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാടി ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിന്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ചേച്ചി പറഞ്ഞതൊക്കെ മഹേഷ് ഒരു തമാശ രീതിയിലെടുത്തത്. അതുകൊണ്ടല്ലേ മഹേഷ് അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയാട്ടോ. അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.
നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് രചന വീണ്ടും ആദിനും കൊണ്ട് രാവിലെ തന്നെ വരുവാട്ടോ. എന്നിട്ട് മഹേഷിന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, രാവിലെ തന്നെ മഹേഷിന് ആൾക്കാരുണ്ടല്ലോ കാണാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ഇഷിതനെ കണ്ണടച്ച് കാണിക്കുകയാണ്. അപ്പൊ ഇഷിത ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ രചന പറഞ്ഞിട്ട് അതെ അതെ, മഹേഷിന്റെ കാര്യങ്ങൾ ആരെങ്കിലും നോക്കണ്ടേ? ആ വേണം വേണം, രചന നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവാട്ടോ. ശേഷുവാണെന്നുണ്ടെങ്കിൽ പ്രിയാമിന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. എന്റെ മോളുടെ ജീവിതം ആർക്കും അറിയണ്ട, എന്റെ മോളുടെ ജീവിതം അങ്ങനെയാണ്, എന്റെ മോളുടെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഷിത എടുത്ത കാര്യങ്ങളൊക്കെ മാഷ് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുമ്പോ ഇഷിത മാഷിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാണ്. ആ ഒരു ഭാഗമാണ് പ്രൊമോയിലും കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.